സുഹൃത്തുക്കൾ ഓഫീസിലായിരുന്നു, വളരെ തിരക്കിലുമാണ്. പക്ഷെ ഇത്ര ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ മൈക്കിൽ എല്ലാം വെടിഞ്ഞുകൊണ്ട് വീണ്ടും വന്നത്. വളഞ്ചേരി PMR എന്നുള്ള ആ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളുടെ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ സത്യം പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നിങ്ങളുടെ ഐഡന്റിറ്റി ഇപ്പം വ്യക്തമാക്കരുത്. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ഇപ്പം പരസ്യമായിട്ട് വ്യക്തമാക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, പരസ്യമായിട്ട് ഇപ്പം വ്യക്തമാക്കരുത്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാം. അതിന്റെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുസ്തഫ UAE അവിടെ ഇല്ലേ? മുസ്തഫ UAE അവിടെ ഇല്ലേ? മുസ്തഫ UAE അവിടെ ഉണ്ടോ? മുസ്തഫ UAE റാഖ് പ്രവാസി. മുസ്തഫ UAE റാഖ് പ്രവാസി, അദ്ദേഹത്തിന് ഒരു PM അടിക്കുക. അവർക്ക് മാത്രം, വളഞ്ചേരി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം, അല്ലെങ്കിൽ എനിക്ക് SK ഇരിങ്ങല്ലൂരിന്, ഇവർക്ക് മാത്രം നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും വിടുക. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടി ആദ്യം മുതൽ നിങ്ങളത് എപ്പോഴാണ് അവിടെ പോയത്, എന്തൊക്കെ കണ്ടു, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾ തുറന്ന് പറയുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതൊന്ന് കേൾക്കട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വളഞ്ചേരി PMR മൈക്കിൽ വരിക. പരസ്യമായിട്ട് നിങ്ങളുടെ നമ്പറോ മറ്റോ കാര്യങ്ങളോ അടിക്കണ്ട, അത് പറയണ്ട. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മളത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആക്കിയിട്ട് പിന്നീട് പറയുന്നതാണ്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ അവിടെ പോയ കാര്യങ്ങളും മറ്റും എല്ലാം പറയുക. നിങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് സദർഭ്യമായി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മുസ്തഫ UAE റാഖ് പ്രവാസി, അതുപോലെ SK ഇരിങ്ങല്ലൂർ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വിടുക. തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ മൈക്കിലേക്ക് വന്നോളൂ. ആദ്യം മുതൽ പൂർണ്ണമായി വിശദമായിട്ട് അത് പറയുക. പരമാവധി സുഹൃത്തുക്കൾ അവരവരുടെ മെസ്സഞ്ചറിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഇൻവൈറ്റ് ചെയ്യുക. മൈക്ക് റിലീസ്. ഹലോ, കേൾക്കാണ്ടല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും. എനിക്കത് പറയാനുള്ള പേടിയൊന്നുമില്ല. എന്റെ കൂടെ കുറെ AP അനുഭാവികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം ഇതിന്റെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ കുറെ ആളുകൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഇന്നലെ 9 മണി മുതൽ 10:30 മണി വരെ ഏകദേശം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ അനുഭാവികളായിരുന്നു. ഞങ്ങൾ ചെന്ന് കണ്ടപ്പോ അവിടെ ഖസ്റജ് ഇരിക്കുന്നുണ്ട്. അതുപോലെ 2 കുട്ടികളാണ്, ഒരു 20 വയസ്സിന് താഴെയുള്ള 2 കുട്ടികള്. ഈ 2 കുട്ടികളും അതുപോലെ ഒരു 30 പറ്റി പറയുന്നതും സ്ത്രീകളും വന്നിരുന്നു. അത് മലയാളികളായ സ്ത്രീകളാണ്. അവര് പിന്നെ ഈ AP അനുഭാവികളുടെ കൂടെ വന്ന അവരുടെ ഭാര്യമാരായിരിക്കും. അവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ആദ്യമായി കാണിച്ചു തന്നത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഒരു 4-5 മുടികൾ, അത് ചെറിയ മുടികളാണ്, ഒരു ഗ്ലാസിന്റെ ഉള്ളില്. അതിനുശേഷം അള്ളാന്റെ റസൂലിന്റെ താടിയിലെ മുടിയാണ്, നരച്ച മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മുടി ഗ്ലാസിന്റെ ഉള്ളിലാക്കിയിട്ട് അത് കാണിച്ചു തന്നു. അപ്പൊ തന്നെ അത് കാണിച്ചിരുന്ന വ്യക്തി പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ മുടി 17 മുടികളോളം നരച്ചിരുന്നു, അതിൽ ഒന്നാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നു. വ്യക്തമായി ഒക്കെ ചോദിച്ചതിനൊക്കെ പറഞ്ഞു തരുന്നു, മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം 4 ഖലീഫമാരെ മുടിയാണെന്ന് പറഞ്ഞ്, അതിനു മുൻപ് ഒന്നും പറയാൻ കാണിച്ചു തന്നു. അള്ളാന്റെ റസൂലിന്റെ നെറ്റിയുടെ മുകളിലുള്ള മുടിയാണെന്ന് പറഞ്ഞ് കുറച്ച് നീളമുള്ള മുടി കുറച്ച് നീട്ടി വെച്ചിരിക്കണം, ഒരു കമ്പിയും ആക്കിയിട്ട് നീട്ടി വെച്ചിരിക്കണം. അതിങ്ങനെ വളയാർക്കാൻ നീട്ടി വെച്ചിരിക്കണം. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഈ ഖലീഫമാർ പിന്നെ ഇപ്പറും 2 ഖലീഫമാരെ നടുവിൽ ഒരു കുപ്പിയില് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ 5 ഒരു ഭാഗത്ത് 5 എണ്ണം വെച്ചാണ്. 4 ഖലീഫമാര് അള്ളാഹുവിന്റെ റസൂൽ, അവിടെ ഉണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന്. അതൊക്കെ ചെറിയ മുടികളാണ്. അതിനുശേഷം കാണിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞ് ഡ്രസ്സിന്റെ ഒരു ചെറിയ കഷ്ണം. അതിനുശേഷം കാണിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സുറുമയാണെന്ന് പറഞ്ഞിട്ട് ആ സുറുമയുടെ ബോട്ടില്. അതിന് മുമ്പ് കാണിച്ചു തന്നു മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ മുടിയാണെന്ന് പറഞ്ഞ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ മുടിയും കാണിച്ചു തന്നു. അതിനുശേഷം
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മോതിരാണെന്ന് പറഞ്ഞ് അത് കാണിച്ചു തന്നു. ഈ മോതിരത്തിന്റെ പലകത്തുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും വ്യക്തമായി കാണൂല. അപ്പൊ ഒരു A4 സൈസ് പേപ്പറിൽ കളറിൽ ഇതാണ് ഈ മോതിരത്തിന്റെ പലകമുള്ള പേര്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മോതിരാണെന്ന് പറഞ്ഞിട്ട് A4 സൈസ് പേപ്പറിൽ കളർ പ്രിന്റ് ആക്കിയിട്ട് കാണിച്ചു തന്നു. അതിനുശേഷം കാണിച്ചു തന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ചെരുപ്പാണെന്ന് പറഞ്ഞ് അത് കാണിച്ചു തന്നു. ആ റൂമിന് ഇത്ര മാത്രമേ ഉള്ളൂ. ആ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോയി. അപ്പുറത്തെ റൂമിൽ ചെന്നപ്പോൾ ഒരു ഡ്രസ്സ് കാണിച്ചു. അത് വ്യക്തമാണ്, എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ മറന്നുപോയി. ഈ അറബികളുടെ പോലെ മുകളിലുള്ള ഒരു ഡ്രസ്സ്, ഒരു കാപ്പി കളർ ഡ്രസ്സാണ്. അത് മറന്നുപോയി. അത് നമ്മൾ ആരുതാണെന്ന് ഉറപ്പില്ലാതെ പറയണില്ല. അതിനുശേഷം കറുപ്പ് ഡ്രസ്സ് കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂല് പിന്നെ ഇസ്രാ മിറാജിലും ഉപയോഗിച്ച ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് കറുപ്പ് ഡ്രസ്സിന്റെ ഒരു കഷ്ണം അത് കാണിച്ചു തന്നു. ചെറിയ കഷ്ണങ്ങളാണ്. കറുപ്പ് ഡ്രസ്സ് ഇസ്രായേലും മിറാജിലും ഉപയോഗിച്ചത്. അതിനുശേഷം നീളമുള്ള രണ്ട് കെട്ട് മുടികൾ അപ്പുറം ഇപ്പുറമായിട്ട് 2 പെട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പുറം ഇപ്പുറമായിട്ട് 2 കെട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തമായി കണ്ടു. ഞങ്ങൾ ഖസറജിനെ കണ്ട് കൈ കൊടുത്തു. ഇതൊക്കെ ആരോടുള്ള വിദ്വേഷം കൊണ്ടോ ആരോടുള്ള അസൂയ കൊണ്ടോ ഒന്നുമല്ല. ഇത് ഞാൻ പറയുമ്പോ എനിക്ക് എന്ത് ഭീഷണി ഉണ്ടായാലും എന്താ വെച്ചാൽ എന്റെ കൂടെ കുറെ AP-യുടെ അനുഭാവികൾ ഉണ്ടായിരുന്നു. അവിടെ ഇന്നലെ വന്നൊക്കെ AP അനുഭാവികളാ. അവരൊക്കെ ഇന്നലെ സത്യം കണ്ടിക്കണേ. അല്ലാതെ ഞാനിത് പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് ഫുള്ളായി കണ്ടത് AP അനുഭാവികളാണ്. അവർക്കൊക്കെ ഇതിൽ സംശയമുണ്ട്, അവരെ കൂടിയലൊക്കെ. അപ്പൊ അവരൊക്കെ ചോദിക്കണം, നമ്മളെ ഉസ്താദ് തന്നതല്ലേ, പിന്നെ നമ്മളെങ്ങനെ വിശ്വസിക്കാതിരിക്കാം? ഇത്രയും കാര്യങ്ങൾ അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റൂലെന്ന്. അറബികളായിട്ട് അവിടെ 4 പേരെ കണ്ടത്, പിന്നെ ഒരു ചെറിയ പെൺകുട്ടിനെ. അത് വീടിനോട് ചാരി ആയതുകൊണ്ട് ആ ഖസറജിന്റെ മോളാണ്, അള്ളാഹു അലം. അപ്പൊ അവിടെ വന്നിരുന്നിട്ട് ആ കസേരയിലും മറ്റേലും ഇരിക്കുന്നുണ്ട്. അറബികളായിട്ട് ഞങ്ങൾ കണ്ടത് ഈ 20 വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന 2 പിന്നെ അറബി കുട്ടികളെയും അവരാണിത് കാണിച്ചത്. അതുപോലെ ഒരു 30 വയസ്സിന്റെ ഉള്ളിൽ പ്രായം തോന്നിക്കുന്ന വേറൊരാൾ. ഇങ്ങനെ 3 പേരും ഖസറജി അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ അറബികളായിട്ട് 4 പേരാണ് ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ കണ്ടത്. അങ്ങനെ ഇതിനെപ്പറ്റി പുറത്ത് എല്ലാവർക്കും ചർച്ചയുണ്ട്. ചർച്ച ചെയ്യാൻ പറഞ്ഞത് ഇതാണ്, അറബികളാ ഈ റൂമിലേക്ക് കടക്കുന്ന ഡോറടക്കം തുറക്കുന്നത് ഒരു പാകിസ്ഥാന്, ഓനെ പണിക്ക് നിർത്തിയ ഒരു പാകിസ്ഥാന്. അതുപോലെ ആ മുടിയുടെ ആളുകൾ അയക്ക് വിളിക്കുന്നത് ഹിന്ദി സംസാരിക്കണ പാന്റും ഷർട്ടും ഇട്ടാൻ. പിന്നെ ഒരു പ്രത്യേകം അള്ളാഹു റസൂലിനെ ബഹുമാനിക്കണ അവിടെ ഈ കുട്ടികളെന്ന് പറഞ്ഞ 20 വയസ്സിന് താഴെ പ്രായമുള്ള ഈ കുട്ടികളെ ഡ്രസ്സ് ഞാൻ കണ്ടു. കൂടെ ഇങ്ങനെ ഒരു കന്തൂറ, ഒരു ഉദാഹരണം. നമ്മൾ അള്ളാഹുന്റെ റസൂലിനെ അത്രയും ബഹുമാനിക്കണ, അള്ളാഹുന്റെ റസൂലിന്റെ ആസാറുകളാന്ന് പറയപ്പെടുന്ന, അതിനെ സൂക്ഷിക്കുന്ന ഈ വ്യക്തികളുടെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ നിസാരായി പറഞ്ഞു. നിര്യാണിക്ക് താഴെ അരങ്ങിയ ഡ്രസ്സ് നരകത്തിലാണെന്ന് അള്ളാഹുന്റെ റസൂലിന്റെ ഈ വാക്ക് പോലും ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ